കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്ന് മുകളിലോട്ട് എടുത്തോളാം. ഒന്നും ട്രൈ ചെയ്ത് എനിക്ക് ഇത് ശരിയാവും. എടുത്തോ. അല്ല എത്ര എടുത്താ മതി. പറഞ്ഞല്ലോ ആദ്യമേ അത്. ചപ്രപ്പര അവന്റെ ബാക്കിൽ ചിരിക്കുന്നുണ്ടോ? നിനക്ക് തന്നെ കുഴപ്പടാ. സ്വന്തം പപ്പയെ കളിയാക്കണം. നടക്കുമല്ലോ. ഓക്കെ സാർ. ഓക്കെ, ഒന്ന് ചെയ്യൂ. ഓ അല്ല, മറ്റേ ഫോട്ടോ എടുക്കുന്ന പോസ്റ്റ് എങ്ങനെയായിരുന്നു? ഇങ്ങനെ സൈഡിലോട്ടായിരുന്നു. അതിനൊക്കെ ഗംഭീരമുണ്ട്. ഓ അപ്പൊ തന്നെ കൂടുതലാ. അല്ല പൈപ്പ് എവിടെ? പൈപ്പ് അല്ല പൈപ്പിന്റെ ഒന്നും ആവശ്യമില്ല. വാ നിക്ക്, ആവശ്യം വേണം. പൈപ്പിൽ എനിക്ക് ഗാംഭീര്യം കിട്ടില്ല. പൈപ്പ് വെക്കണ്ട ഫ്രെഡി. പൈപ്പ് വെച്ചാൽ ആ പഴയ ഫോട്ടോ പോലെ തന്നെ വീണ്ടും കോമഡി ആയി പോയില്ലേ? എക്സ്പ്രഷൻ മാറ്റിയിടാന്നേ. പപ്പായി ടൈം. ഓക്കെ ഡഗ്ലസ്, ഡഗ്ലസ് സാറേ, അതെന്റെ സാറാണ് സാറേ. ഇവിടെ ഓടി വേണം. എന്ത് പോലെ എന്റെ പൈപ്പ് ഇവിടെ? പൈപ്പാ? യാത് പൈപ്പ്? എനിക്ക് എത്ര പൈപ്പ് ഉണ്ട്? എന്റെ പൈപ്പ് മുതലാളി വലിക്കുന്ന പൈപ്പാ? ആ, എവിടെ ഇരിക്കുന്നത്? ജൂലി പൈപ്പ് ഇവിടെ ഇരിക്കുന്നേ. ഞാൻ വലിക്കുമെന്ന് പറഞ്ഞു, നീ ഇവിടെ കൊണ്ട് വെച്ചില്ലേ? അത് ഇവിടെ ആലോചിച്ചു നോക്ക്. എവിടെ വെച്ചത്? ആ കിച്ചണിലുണ്ട്, ഷെൽഫിലുണ്ട്, ഞാൻ കണ്ടായിരുന്നു. എന്റെ പൈപ്പ് കിച്ചണിലെ ഷെൽഫിൽ. ഇവിടെ പെട്ടെന്ന് പോ. എന്തിനു വാങ്ങാൻ ഇപ്പൊ പൈപ്പ്? സാറ് വീട്ടിൽ ഫോട്ടോ എടുക്കാൻ. പോടാ, പെട്ടെന്ന് പെട്ടെന്ന് എടുത്തല്ലോ. ഒന്ന് പെട്ടെന്ന് കൊണ്ടുവരണം ഡഗ്ലസങ്ങളെ. പപ്പായി ഒരു കാര്യം ഞാൻ പറയാം കേട്ടാ. എന്താ പൈപ്പ് അവിടെ കൊണ്ടുപോയി? പൈപ്പല്ലേ, അത് ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇത് ഫോട്ടോ എടുക്കുമ്പോൾ മാത്രമല്ലേ വെക്കുള്ളൂ. പിന്നെ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോ കേക്കും. സാർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, സാറിന് ഒരുപാട് തിരക്കുകളാണെന്ന് അറിയാം. പക്ഷെ ഇപ്പൊ വരും കേട്ടോ സാർ. സാർ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് ഊതാതെ എടുത്തോണ്ട് വരാൻ പറ പെട്ടെന്ന്. ഡഗ്ലസ്, എവിടെ കൊണ്ടുവച്ചത്? എല്ലായിടും നോക്കിയല്ലോ, ഒരിടും കാണാനില്ലല്ലേ. പൈപ്പ് പറഞ്ഞ കിട്ടിയില്ല മുതലാളി. നേരെ നിന്നെ അന്വേഷിക്കാൻ വേണ്ടി പൈപ്പ് മുതലാളി കിട്ടിയ ഞാൻ കൊണ്ട് വരൂലേ? ഒരു കോശിന് ഒരു വകയ്ക്കും കൊടുക്കില്ല. ഫ്രെഡി, എന്തിനാ ഡഗ്ലസിനെ വഴക്ക് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കിച്ചണിൽ കണ്ടതാണ്. ജോലിയമ്മ കിച്ചണിൽ കാണാനില്ല, ഞാൻ എല്ലായിടും നോക്കി. പിന്നെ എന്ത് എനിക്കാണ് ഈ ഫോട്ടോ എടുക്കുന്നത്? അല്ല ഇപ്പൊ ഈ പൈപ്പില്ലാതെ ഫോട്ടോ എടുത്ത് എന്ത് പറ്റും? ഒരു ഗുമ്മില്ലടാ. ഒരു സ്റ്റൈലല്ലേ, അത് വേണം എനിക്ക്. പപ്പ പറയുന്നതിലും കാര്യമുണ്ട്. ആ പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പിന്റെ ഗുമ്മയിലും കിട്ടും. അതാണ് എവിടെ പപ്പായ എത്ര നേരം കിട്ടിയില്ലേ? ഇല്ല, ആ പൈപ്പ് കിട്ടിയിട്ടില്ല. പൈപ്പ് കിട്ടിയ ഫോട്ടോഗ്രാഫ് ഇനി വെയിറ്റ് ചെയ്യില്ല കേട്ടാ. എന്താ പ്രശ്നം? പൈപ്പ് കിട്ടിയില്ല. ഇപ്പഴും കിട്ടിയില്ലേ? ക്യാഷ് ക്യാഷ് കൂടും കേട്ടോ. അങ്ങനെയാണ് മുതലാളി, എനിക്കൊരു ഐഡിയ. നിനക്കാ? പറ. ഇല്ല, അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയും. പറയടേ. നമ്മളെല്ലാരും കൂടെ തപ്പിയ ചിലപ്പം കിട്ടിയെന്നിരിക്കും. അത് ഐഡിയ. തപ്പ്, ആത്മാർത്ഥയോടെ തപ്പ്. ഫോട്ടോഗ്രാഫർ നിൽക്കാൻ പറ. 5 minutes തരും കേട്ടാ. കൂടുതൽ എനിക്ക് തരാൻ പറ്റില്ല. അങ്ങനെ ആത്മാർത്ഥത്തോടെ തപ്പണമെങ്കിൽ ആദ്യം പൈപ്പ് കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനം വേണം. ജോ, സമ്മാനം തരാം. പപ്പ എന്തായാലും പുതിയ ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം പപ്പയുടെ ആ പഴയ ഫോട്ടോ ഇല്ലേ, അത് ഒന്നാം സമ്മാനമായിട്ട് എടുത്തോ. പപ്പ ആക്കിയതാണല്ലേ. കർത്താവിന്റെ പൈപ്പ്. ഇതന്നെ പോണോന്നില്ല. ഇവിടെ എത്രയോ പേര് ആവശ്യമില്ലാതെ അങ്ങോട്ടൊക്കെ അപ്പൊ പോണ്ട്. അപ്പൊ പോയിട്ടാ പോരെ? മതി. കാശ് എടുക്കുക ബാലൻസ്.
10 രൂപ. 10 രൂപ ഉള്ളോ? ബാക്കി 60 എന്ത്? ബാക്കി 60 എന്ത്? 60 ഞാൻ 4 ചോക്കോബാർ മേടിച്ചു. നിന്നോട് ആര് പറയണ ചോക്കോബാർ മേടിക്കാൻ? മമ്മി എന്തിനാണ് ഷൗട്ട് ചെയ്യണത്? ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് പോയി വന്നല്ല, അപ്പൊ എനിക്കൊരു ചോക്കോബാർ മേടിക്കാൻ തോന്നിയപ്പോ ഒരെണ്ണം മേടിച്ചു. പിന്നെ വെറും കൈയോടെ ഒരെണ്ണം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, ബാക്കി 3 പേരിലൂടെ, അതുകൊണ്ട് 3 ചോക്കോബാറും കൂടെ അഡീഷണൽ മേടിച്ചു. അങ്ങനെ 4 ചോക്കോബാർ. ബാക്കിയുള്ളവർക്ക് എന്തോ ചോക്കോബാർ കഴിച്ചാൽ ബാലൻസ് തികഞ്ഞില്ല മമ്മ. ഇതൊക്കെ വന്നാലുണ്ടല്ലോ അവൻ ചോക്കോബാർ വാങ്ങിച്ചു നിൽക്കണം. ആ പൈസ ഉണ്ടായിരുന്നു എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നോ ഇവിടെ? ജോലി നീ വന്ന് ശ്രദ്ധിക്കാത്തത്? മമ്മ ഇത്തിരി കൊണ്ട് 60 രൂപയ്ക്ക് വേണ്ടിട്ട് മമ്മി കിടന്ന് ഷൗട്ട് ചെയ്യണ. 60 രൂപ വെറുതെ കിട്ടുവോ? വെറുതെ തരൂടാ ആരെങ്കിലും? എനിക്ക് ആ കാശിങ്ങന്നോ? ആ മമ്മയ്ക്ക് ഞാൻ തരാം. എങ്ങനെ തരൂടാ നീ? എനിക്ക് അടുത്ത വർക്ക് മമ്മയ്ക്ക് തരാം. എനിക്കറിയാൻ കാശൊന്നും വേണ്ട. അല്ല ഞാൻ തന്നേ പറ്റൂ, എന്റെ അഭിമാന പ്രശ്നമായി പോയി. ഞാൻ തരാം. 1 സെക്കൻഡ് കൊണ്ട് നിനക്ക് അഭിമാനം ഉണ്ടായോ? ഞാനാണല്ലോ, എനിക്ക് അഭിമാനം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്താ ആണിന് സ്പെഷ്യൽ അഭിമാനം ഉണ്ടോ? എടാ ആണിനും പെണ്ണിനും അല്ല അഭിമാനം ഒരുപോലെ തന്നെയാ. ഓ ഞാനൊരാണല്ലേ, ഒരാണ് നടക്കണ്. പോയിക്കോടാ മുന്നിന്ന്. കയ്യിൽ കുറെ കാശുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു, എന്നിട്ട് അതൊക്കെ എന്ത്? മമ്മ എന്തിനാ അതൊക്കെ ഇപ്പൊ എടുത്തിരുന്നത്? മമ്മിയുടെ പൈസ ഞാൻ തന്നോളാം, മമ്മിയുടെ ക്യാഷ് ഞാൻ തന്നോളാം. ഏത് കാര്യം എപ്പോ എടുത്തിട്ടുണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കണം. നീ പറഞ്ഞോളൂ, ഞാൻ എല്ലാ കാര്യം പറയണ്ടേ. പൈസക്കൊരു സൂക്ഷില്ലാത്ത പിള്ളേര് 10 കൊടുത്തിട്ടുണ്ട് 20 ചെലവാക്കി കൊണ്ടുവരും. പാപ്പ പ്ലീസ് ആ സ്പെക്സ് ഒന്ന് ആവുപ്പാ. താ ഇപ്പൊ 2 മിനിറ്റിനുള്ളിൽ സാധനം സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് കൊറേ നേരമായിട്ടാ. മൊത്തം സ്റ്റക്കായിക്കണം, ഇല്ലാതാക്കിയാണ്. അത് വിടും. അപ്പൊ പപ്പ പറഞ്ഞു വരണത് നമ്മൾ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറണം. റൈറ്റ്? ചോ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ഞാൻ പപ്പ പറഞ്ഞിട്ടുള്ളൂ. പ്രശ്നങ്ങളൊന്നും ഒഴിവാകരുത്. അത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചിട്ടുമാവില്ലേ? ജീവിത വിജയം കൈവരിക്കണ്ടേ? ഇല്ല അത് നിനക്ക് ഞാൻ പറഞ്ഞിട്ട് പപ്പ പറഞ്ഞതിന്റെ ഇന്നർ സെൻസ് ഇല്ല പപ്പ, എനിക്ക് മനസ്സിലായി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അടിക്കടിക്ക് വെച്ചൊക്കെയാണോ സംഭവങ്ങള് പറഞ്ഞു തരാൻ വേണ്ടി? അതേടാ ഞാൻ പറഞ്ഞൊരു കാര്യം പറ്റേ. ഇപ്പൊ നിനക്ക് സൊല്യൂഷൻ എന്ത് സൊല്യൂഷൻ ആയാലും പപ്പ പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ ഇത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ ഒരു ആവറേജ്, ബിലോ ആവറേജ്, ഹൈ. നീ ബിലോ ആവറേജ് ആണ് പപ്പ. അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞു തരുന്ന ടിപ്സുകൾ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത് നിനക്ക് പറഞ്ഞ ടിപ്സുകൾ ഇപ്പൊ വേറൊരു വലിയ ഹൈ ഒരു ബ്രെയിൻ, നല്ല ബ്രെയിൻ ഉള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ടിപ്സ് നിനക്ക് പറഞ്ഞു തന്നാല് നിനക്ക് താങ്ങരുത്. നീ എവിടെയെങ്കിലും അരഞ്ഞിരിഞ്ഞ് പോയി പണ്ടാറടങ്ങി പോകും. പപ്പയുടെ മോട്ടിവേഷൻ ക്ലാസ് ഇതുവരെയായിട്ട് അയ്യേ ഞാനല്ല, മുതലാളി ഇന്ന് ജോജോ മോന്റെ പ്രോബ്ലം സോൾവ് കൊടുക്കണ കണ്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഫാദർ ലവ് ഫ്രെഡിയെ പൊക്കി പറയാൻ എന്റെ അടുത്ത് പലയിടത്തുനിന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെയല്ല കൊച്ചമ്മയില് പറഞ്ഞോട്ടെ, നല്ല കാര്യം കണ്ട അത് നല്ലതെന്ന് പറയണോന്ന്. ദാറ്റ് ഈസ് ട്രൂത്ത്. ബട്ട് ഫ്രെഡി പറയുന്ന മണ്ടത്തരം എന്റെ അടുത്ത് വന്ന് വിളിച്ച് പറയരുത്. യു ആർ കംപ്ലീറ്റ്ലി മിസ്റ്റേക്കിംഗ് ജൂലിയമ്മ, കംപ്ലീറ്റ്ലി മിസ്റ്റേക്കിംഗ്. മുതലാളി ഒരു വിവരക്കേടും പറഞ്ഞിട്ടില്ല. ഹി ഈസ് ടെല്ലിംഗ് ട്രൂ. സത്യം ട്രൂ. എന്ത് ട്രൂത്താടാ? ജോജോ മോന്റെ പ്രശ്നം എന്താണെന്ന് ജൂലിയമ്മയ്ക്ക് അറിയാമോ? എനിക്കറിയില്ല അവന്റെ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, ജൂലിയമ്മയ്ക്ക് ഒരു ചുക്ക് അറിഞ്ഞൂടാണ്. ജോജോ മോന്റെ പ്രശ്നേ സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തതാണ്. ഇതേ ഞാൻ കണ്ടുപിടിച്ചതല്ല, മുതലാളി കണ്ടുപിടിച്ചതാണ്. എന്നിട്ട് നിന്റെ മുതലാളി ജോജോ മോന്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു കൊടുത്തോ? ഇവിടെ കാശ് നിൽക്കും അങ്ങേര് കൂടും. വീണ്ടും മിസ്റ്റേക്കിംഗ് മീ ജൂലിയമ്മ, വീണ്ടും മിസ്റ്റേക്കിംഗ് മീ. നല്ല സൂപ്പർ ആയിട്ട് മുതലാളി സർവ് ചെയ്ത് കൊടുത്തു. സർവ് ചെയ്ത് കൊടുത്തോ? സേവ് ചെയ്ത് കൊടുത്തു. ജോജോ നോമിനി ആരാ പേരാ വെച്ചേ? മമ്മയുടെ പേര് എന്താ പപ്പയുടെ വയ്ക്കാത്ത? അല്ല എന്താ പപ്പയുടെ വെച്ചത്? പപ്പ നോമിനി അത്ര വലിയ സംഭവമല്ലോ. അപ്പൊ അത് അത്ര വലിയ സംഭവം പപ്പയുടെ പേര് വെച്ചൂടെ? പപ്പ എനിക്ക് വലിയ സംഭവം. അപ്പൊ അവിടെ വെക്കേണ്ട ആവശ്യമില്ല. അവിടെ വെക്കേണ്ട ആവശ്യമില്ല. അത്ര വലിയ മമ്മിയുടെ പേര് വെക്കാനോ കഷ്ടപ്പെട്ട് നിനക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത്? നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. എന്റെ കയ്യിൽ നിന്ന് ഞാൻ 2000 രൂപീസ് തന്നത്. അതിന് പപ്പ ഔട്ട് ചെയ്യണം. ആരുടെ നിനക്ക് കൂറ്? മമ്മി എടുത്തോടാ. എനിക്ക് ആരാ കിച്ചൺ വാസി? വിഷമിക്കണ്ട, അതങ്ങ് കൊടുത്തേക്ക്. മമ്മി തരാം ക്യാഷ്. കൊടുക്ക്. എത്ര രൂപ മമ്മി ക്യാഷിൽ കൊടുക്കുള്ളൂ? ക്യാഷ് എടുക്കും. ഫോം ആരതാ? എന്റെ ഫോമോ?
നിനക്കേ ഇത്രയും കഷ്ടപ്പെട്ട് ഗോൾഡൻ ടിപ്സ് എല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം ചെയ്തതിന് ശേഷം 10 നീ ചീറ്റ് ചെയ്തേടാ. നീ നിന്റെ പരട്ട കളവൻ സായിപ്പിന്റെ എല്ലാ സ്വഭാവവും നീ കാണിച്ചടാ. നിന്റെ ബാങ്ക് അക്കൗണ്ട് ഇത്രേ ഉള്ളൂ. വായിട്ടലച്ചത് വെറുതെ. ജീവിത വിജയം പഠിപ്പിക്കണം, ജീവിത വിജയം. അവിടെ പണിയില്ല. മലയാളി മലയാളി ഇവിടെ ഇരിക്കണ മലയാളി, ഈ ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്ത് തരുമോ? എന്റെ ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കമല്ലേ മലയാളി, അതുകൊണ്ട് ഞാനും ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാന്ന് വിചാരിച്ചു. നോമിനി ആര്? എന്തോന്ന് മലയാളി ചോദിച്ചത്? എന്തോ ചങ്കിക്കുള്ള ചോദ്യം ചോദിക്കല്ല കേട്ടാ. മലയാളി അല്ല വേറെ ആരുണ്ട് എനിക്ക്? മലയാളി എന്നെ എടുത്ത് വളർത്തിയത് ഇവിടെ. അങ്ങനെ ഇരിക്കും ഈ കുടുംബത്തിലെ എന്റെ കുടുംബമല്ലേ ഇത്? മലയാളിയുടെ കാരുണ്യത്തിൽ ഞാൻ ഇവിടെ വളരണത് അല്ലേ? ഇവിടെ ജീവിക്കുന്നതുകൊണ്ടല്ലേ? ഈ കുടുംബത്തിന് കടപ്പാടില്ലേ മലയാളി? അതുകൊണ്ട് മലയാളി ജൂലി മാമിന്റെ പേര് വെച്ചാൽ മതി. സന്തോഷായില്ലേ മലയാളി? ചിരിക്കണം മലയാളി. ആണോ? എനിക്ക് എന്തിനാണെന്നറിയാമോ? എന്തിനാണിത്? എടുക്ക നോക്കിയ ഫോണാ? അപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. യവനെ ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ ഇപ്പൊ ചെയ്ത് കണ്ടിട്ടില്ല. ആ ഉണ്ണിയപ്പ പൊടിച്ച് കഴിക്കും. അങ്ങനുണ്ട് എടുക്കാൻ പറ്റണില്ല. ഇത് വരുന്നില്ല ഉണ്ണിയപ്പ. കൈകൊണ്ട് കേട്ടാ. നിങ്ങൾ ഇതുകൊണ്ട് കുടിക്കാറായില്ല. അപ്പൊ ഞാൻ പറയാം, പക്ഷെ എനിക്ക് കുഴപ്പമില്ല. നിനക്കൊരു ബ്രഷുകളുണ്ട്, കുഴപ്പമില്ല. നാളായടാ ഉണക്ക ബ്രെഡും ചാമ്പ് നിന്ന് മടുത്ത് മനുഷ്യ. അതിങ്ങോട്ട് നീങ്ങൂലേ? അപ്പായി ഓ, ഈ മാങ്ങ അല്ല ഉണ്ണിയപ്പോ ഈ മാങ്ങ എവിടെ നിന്ന് കിട്ടി? മാങ്ങ ഞാൻ മുമ്പ് നിൽക്കുന്ന ഒരു തെങ്ങില്ലേ, അതിന്റെ മുകളിൽ കയറി പൊട്ടിച്ചു. അതല്ല ഉണ്ണിയപ്പോ ഉപ്പിലിട്ട മാങ്ങ എവിടെ നിന്ന് കിട്ടി? അതൊക്കെ ഞാൻ ഉപ്പിലിട്ട് വിടാം. അമ്മ അറിയാതെ ഉപ്പിലിട്ട് സ്റ്റോറി കൊണ്ട് വെച്ചിരുന്നു. നമ്മ വരുമ്പോ പറഞ്ഞു കൊടുക്കട്ടെ? ഇല്ല ഇല്ല, ഞാൻ തന്നെ കഞ്ഞി വാങ്ങിച്ചു കുടിച്ചു. ഉണ്ണിയപ്പാ, ഓ പണ്ട് കുട്ടനായിട്ട് ഇങ്ങനത്തെ ഭക്ഷണമായിരുന്നു? പിന്നെ പണ്ട് പാടത്ത് പണിയൊക്കെ കഴിഞ്ഞ് 10-11 വീട്ടിൽ വന്നത് ഇതുപോലെ പഴങ്കഞ്ഞിയും തൈരും ചമ്മന്തിയും കാന്താരി മുളകും എല്ലാം വീട്ടിൽ പിടി പിടിക്കൂലേ? ഓ എന്ത് രസമായിരുന്നു. ഭയങ്കര രസമായിരിക്കും. ഉണ്ണിയപ്പാ, കുട്ടനാട് ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ ഇല്ലടാ, കുട്ടനാട് ഇപ്പൊ അമേരിക്കയിലേ. അങ്ങനല്ല ഉണ്ണിയപ്പ, ഇപ്പോഴും ആൾക്കാർ ഈ ഭക്ഷണം കഴിക്കാറുണ്ട്. പിന്നെ എടാ, ഇതുപോലത്തെ നല്ല ഭക്ഷണം ലോകത്ത് എവിടെ കിട്ടൂടാ? അതൊക്കെ ഒരു കാലമായിരുന്നു. ഭയങ്കര സ്പൈസിയാ. എരിവെന്ന് പറടാ. എരിവ പണകവറുണ്ട് അമ്മന്റെയും അതിന്റെ ഇടയിൽ കൂടെ അവളെ വഴക്കും. ചുമ്മാ പറയല്ല കേട്ടോ, അടിപൊളി സൂപ്പർ. കഴിച്ച 2 ദിവസത്തേക്കേ ഉള്ളൂ, പിന്നെ ഉണക്കപ്പെണ്ണാക്ക് കഴിക്കാം. പൊടിച്ചു പോളെ, എന്ത് കഴിക്കാത്ത? എങ്ങനെ കഴിക്കണമെന്നൊന്നും അറിയില്ല ആൾക്ക്. പഠിച്ചോളൂ പഠിച്ചോളൂ. പൊടിച്ചോളെ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങനെയാണ് ഒഴിക്കണം. കുതിര കാടി പിടിക്കുമ്പോ ഉണ്ണിയപ്പ അപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പർ. എടുക്കണില്ലല്ലോ. ഈ അച്ഛ എവിടെ പോയി കിടക്കണം? ഹലോ, ഹലോ,
അച്ഛാ ഞാനാ ഉണ്ണിയപ്പൻ. എന്നാ ഉണ്ടടാവേ നാളായല്ലോ എന്റെ ശബ്ദം കേട്ടിട്ട്. കൊച്ചനെ എന്റെ ഇവിടെ മതാനില്ലേ ഇവിടെ? അയ്യോ അച്ഛൻ എങ്ങനെയാണ്? ഞാനേ എന്റെ തന്തയാ. എന്റെ സംസാരത്തിന്റെ സന്തോഷം കേൾക്കുമ്പോഴേ അറിയാം അവളവിടെ ഇല്ലെന്ന്. അതെ അവളെന്തായാലും പോയി, 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അച്ഛൻ ഇങ്ങോട്ട് വരണണ്ടാ? വരണമെന്നുണ്ടാവേ, പക്ഷേ ആ മുട്ടുവേദന പ്രശ്നമാണ്. ഞാൻ രാമൻ വൈദ്യരടുത്ത് തടവിക്കാൻ പോകുന്നു. അച്ഛാ അതെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ? ഓ വേണ്ടടാ, ഉള്ള ദിവസം നീയും പിള്ളേരും കൂടെ ആഘോഷിക്കടാ. ആ ഇവിടെ കുഴപ്പമൊന്നുമില്ല, നീ സമയം പോലെ ഇറങ്ങിയാ മതി. ശരി അച്ഛാ. ഏപ്പാ ഓ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലച്ചാ ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവള് 2 ദിവസം കഴിഞ്ഞ് വരും. എന്നാ വച്ചോടാ. ശരി അച്ഛാ. പിള്ളേരെയൊക്കെ അന്വേഷിച്ചിട്ട് പറയണേ. ഓ ഓ ഓ അച്ഛോ ആ അച്ഛോ അച്ഛാ കാലാ. കാലത്തിന് തണ്ട. അയ്യോ അച്ഛാ അതല്ല, അച്ഛന്റെ കാല് സൂക്ഷിച്ചോണേ. കളിക്കല്ലേ ഉണ്ണിയപ്പാ. ശരി അച്ഛാ. ശരി വച്ചേരെ. വെറുതെ അച്ഛനെ നന്ദി വിളിക്കാൻ. കൂടെ പുറപ്പേ. ഓ കൂടെ പുറപ്പേ. നന്നായിട്ട് കേട്ടിയോ? കെട്ടിത്തരാം. കുത്തിപ്പിടിച്ച് ഇതെത്ര കണ്ടൂടാ. റെഡിയായി തുടങ്ങി. ആട്ടുപിടിയാണ്. മകളെ അടിച്ചോ? അടിച്ചു കഴിഞ്ഞാ എന്താ ഉണ്ണിയെ പോയി കാണിച്ചത്? വെള്ളം കുടിക്കാൻ പോരുന്നു. എല്ലാരും ഒരുമിച്ചാ? ഒരുമിച്ച് വെള്ളം കുടിക്കാൻ പോയി. അത്രേ ഉള്ളൂ. എന്നാ നീ ഉണ്ണിയപ്പം കളി. വാ ഉണ്ണിയപ്പൻ. കാണാമോ? ഇതെത്ര? 0. കണ്ടുവാ. അയ്യോ കാലിലെന്താ കൊണ്ട് തത്തി ഓക്കെ ഓക്കെ. അത് ശരിയാവൂല. എടാ കളി കഴിഞ്ഞ നീ കണ്ണു വേണം കേട്ടോ. ഓക്കെ കള്ളക്കളി കളിക്കരുത്. നോക്കി തലയിലടിച്ച് പിടിക്കല്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ അടിക്കണം പ്ലീസ്. മോളില് താഴത്ത് അടി. ലെഫ്റ്റ് ഉണ്ണിയപ്പൻ മമ്മ. നിന്റെ മമ്മയുടെ തലയാണ് ഈ കലം. എടാ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആരും പൊട്ടിക്കാൻ പറ. പപ്പ മമ്മ. ഏത് കൊമ്മ? ഉണ്ണിയപ്പം മുതലാളി ചൂലിമ. ഹായ് ഇപ്പൊ എത്തി. ഹലോ
അല്ല അങ്ങനെ നിൽക്കാതെ അകത്തോട്ട് കയറി. എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? മുന്നറിയിപ്പില്ലാതെ വന്നതുകൊണ്ടെല്ലാം കാണാൻ പറ്റിയല്ലോ. പെട്ടെന്ന് എല്ലാരും കുളിച്ച് ഫ്രഷ് ആയിട്ട് അകത്തേക്ക് വാ. പെട്ടെന്ന് വേണം. ഡഗ്ലസ്, എന്താ വിളിച്ചിരിക്കുന്നെ? അതിനകത്ത് ലഗേജ് ഉണ്ട് കാറിൽ, എടുത്ത് അകത്ത് വെക്ക്. കുളിച്ച് ഫ്രഷ് ആയിട്ട് അകത്തേക്ക് വാ. ഞാൻ ഇനി വരുന്നില്ലടാ. ഓക്കെ 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 സെറ്റ് മമ്മി. ക്യൂട്ടി ക്യൂട്ടി കഴിച്ചോ. പോവാം, നമുക്ക് സ്കൂളിൽ പോവാം, പഠിക്കാൻ പോവാം. കഴിച്ചോ. ബിഗ് ബീന്റെ കൈ പിടിച്ചു. നീ എന്തിനാ കൈ പിടിക്കുന്നു? പോട്ടെ പോട്ടെ, ഒന്നുമില്ല. കരണ്ട 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 കരണ്ട. ക്യൂട്ടി മൊത്തം ഉണ്ടാക്കിയിട്ട് കിടന്ന് കരയണം. ഉണ്ടായി ക്യൂട്ടി. മമ്മ, അയ്യോ മമ്മ, മമ്മ, എന്ത് മോളെ എന്താ കാര്യ? ക്ലാസ് കഴിഞ്ഞോ? എന്റെ അമ്മേ, ക്ലാസ് കഴിയാൻ തുടങ്ങണ്ടേ? എന്ത് പറ്റി നേരത്തെ വന്നത്? പിന്നെ ക്ലാസ് കഴിയാൻ തുടങ്ങണ്ടേന്ന്. എന്താ കാര്യം? കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തുടങ്ങിയ കരച്ചിലാ. ഇപ്പൊ ഗേറ്റിന് ഇവിടെ എത്തുമ്പോൾ ഒന്നും വോളി ഉണ്ടാവണത്, പിന്നെ കരച്ചില് കൂടി. കരഞ്ഞാൽ അവിടെ നിന്ന് പഠിച്ചോളൂല്ലോ. നിങ്ങൾ നിർത്തിയിട്ടും പോരണ്ടേ ഇങ്ങോട്ട്? അത് ഞങ്ങളെ വീടണ്ടേ കീന്ന് പറഞ്ഞ് കരച്ചില്ല. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? 4 എണ്ണം കൂടി പോയപ്പോഴേ എനിക്കറിയായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. എന്തിനാ പോയത്? ഞാൻ കൊണ്ടുപോകായിരുന്നല്ലോ. അമ്മ പോയാൽ ഇതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. ഞങ്ങൾ 4 പേരും കൂടെ പോയത് കൊണ്ട് ഇത്ര പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ പാവം പെടാപ്പാടിട്ടോ. എന്തൊരു ഓട്ടോകൾ ഓടിയെന്നറിയോ? ഓ, ഈ 4 പേരും ഓടാത്ത പോലെ നിങ്ങൾ 4 പേരും ഇതുപോലെ കുറെ ഓടിയിട്ടുള്ളതാ. അത് ഞാൻ സഹിച്ചിട്ടുണ്ട്, എനിക്കറിയാം. കൂടുതൽ എന്നോട് പഠിപ്പിക്കാൻ വരല്ലേ. അയ്യോ മമ്മ, ഞങ്ങളെ പോലെ അല്ല ഇവള്. ഇപ്പൊ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണേ? ഞാനും ജോജോയും 90s കിഡ്, ഇവര് രണ്ടുപേരും 20s കിഡ്. പക്ഷെ ഈ കുരിപ്പുണ്ടല്ലോ, ഇവള് 2020 ആണ്. അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇവൾക്കുണ്ട്. അമ്മ ലിസൺ, ഞങ്ങള് 4 പേര് മേയ്ക്കുന്ന പോലെ പറ്റില്ല. ഇറ്റ്സ് ഡിഫറെന്റ്. ക്യൂട്ടി ഈസ് ഡിഫറെന്റ്. അതൊന്നും അല്ല പ്രശ്നം. നിങ്ങൾ 4 കൂടെ ഒരുപാട് ഇട്ട് കൊഞ്ചിക്കുന്നുണ്ട് അവളെ. അതാണ് അവളുടെ പ്രധാന പ്രശ്നം. അങ്ങനെ അധികം കൊഞ്ചിക്കാനൊന്നും നിൽക്കട്ടെ. എനിക്കറിയാം കുഞ്ഞിനെ എങ്ങനെയാ വളർത്തിയത്. നിങ്ങൾ 4 പേരെ ഞാൻ വളർത്തിയല്ലോ, ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ. 20 അല്ല, 90 അല്ല, 2020 അല്ല, 2030 ആണെങ്കിൽ ഞാൻ നോക്കും. അപ്പൊ കുറ്റം മൊത്തം നമുക്കാ. നമ്മൾ എന്ത് ചെയ്തിട്ടാ? അവളല്ലേ കിടന്ന് കരയണം. വല്ലാത്ത കഷ്ടം. വെരി ഗുഡ്. അടുത്ത എഫ് അല്ലേ? അതുപോലെ അറിയില്ല ജോ. ജോ ജോജോ. എഫ് ഫോർ ഫ്രെഡി. പറഞ്ഞ എഫ് ഫോർ ഫ്രെഡി. പപ്പയുടെ പേര് പറഞ്ഞെന്തോ? ഫ്രെഡി. ഫ്രെഡി. എഫ് ഫോർ ഫ്രെഡി ഓർ ഫെറാറി. ജെ ജോ ജോക്കർ. ജോജോ ജോക്കർ. എന്താ വാട്ട്? എന്താ പരിപാടി? ഞങ്ങളിവിടെ ലോകത്തിലെ ഏറ്റവും മഹത്തമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ടീച്ചിങ്. അതിന് നിങ്ങളും ടീച്ചിങ്ങും തമ്മിൽ എന്ത് ബന്ധം? അതെ, നിങ്ങൾക്ക് ടീച്ചർ ആവട്ടെ എന്ത് ക്വാളിഫിക്കേഷൻ ആണ് മിസ്റ്റർ ഉള്ളത്? നിന്നെക്കാൾ 1 ക്ലാസ് കൂടുതൽ പഠിച്ചു എന്നതാണ് എന്റെ ക്വാളിഫിക്കേഷൻ. എനി പ്രോബ്ലം? പ്ലീസ് 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 ഗെറ്റ് ലോസ്റ്റ്. ഓക്കെ, കൊച്ചിന് കുറച്ച് പോർഷൻസ് കവർ ചെയ്യാനുണ്ട്. വെറുതെ ഡിസ്റ്റർബ് ചെയ്ത് സമയം കളയരുത്. പിന്നെ ക്യൂട്ടി IASലല്ല പഠിക്കുന്നത്, പോർഷൻസ് കവർ ബോഡി. അത് തന്നെ അക്ഷരമാല പോലെ അറിയാം. കൊച്ചിനെ കൊണ്ട് നീ പുസ്തകം മുഴുവൻ പഠിപ്പിക്കോ? എന്തായാലും പഠിക്കുന്നതാണ്. ഇത് പഠിക്കുന്നതാണല്ലോ അക്ഷരമാല. പഠിക്കുന്നതാണല്ലോ. ഇപ്പൊ എന്ത് പ്രശ്നം എന്ത്? ഞാൻ പഠിപ്പിക്കണമെന്ന് പ്രശ്നം എന്ത് ഇപ്പൊ വന്നിട്ട്? അപ്പൊ നിങ്ങൾക്ക് എന്താ ഇവിടെ പ്രോബ്ലം? അമ്മ ഞങ്ങളോട് സ്വസ്ഥമായിട്ട് പഠിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും കയറി വന്നിട്ട് അടി ഉണ്ടാക്കുന്നത്. മമ്മ പഠിപ്പിക്കുന്ന ആൾക്കാരെ നോക്കിയേ. ഇവർ രണ്ടാളും പഠിപ്പിച്ചോണ്ടല്ലോ നമ്മുടെ ക്യൂട്ടിയുടെ ഭാവിയുടെ അവസ്ഥ പോകുന്ന ആലോചിച്ച് നോക്കണം. ഡിസ്ട്രോഡ് ആയി പോകും. ഭാവിയുടെ ഫ്യൂച്ചർ ഫുൾ ഡിസ്ട്രോഡ് ആയി പോകും. ഡിസ്ട്രോഡ് ആയി പോകുന്ന ഞങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ക്യൂട്ടി കയറി ഉയരങ്ങളിൽ എത്തിപ്പിടിക്കും. ഓക്കെ മമ്മ ഇവര് പഠിപ്പിക്കുകയാണെങ്കിൽ ഇവള് ഒരു കാലത്ത് ഉയരങ്ങൾ കീഴടക്കാൻ പോണില്ല. അവർക്കൊരു അവസരം കൊടുക്കൂട്ടി. മമ്മ ക്യൂട്ടിയുടെ ലൈഫ് വെച്ചിട്ട് ചാൻസ് എടുക്കാൻ പറ്റൂല. ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ സിസ്റ്റേഴ്സ് ക്യൂട്ടി ബേബി
ഇപ്പൊ കിടക്കണ ജോ ഇപ്പൊ എന്ത് കിടക്കണ എന്ത് കിടക്കണ്? എന്ത് മനസ്സിലായോ? ഇപ്പൊ ചുറ്റിക്കറങ്ങി ഇതാണ് ഇവിടെയാണ് എത്തിയിരിക്കണത്. ജോ ഇതിനുള്ള മറുപടി ജോജോ പറയണം. ജോ പറയും ഞങ്ങൾ കൊച്ചിനെ എങ്ങനെ നിങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ അതിന് ഞങ്ങളുടെ സമ്മതം വേണം. ഞങ്ങൾ സമ്മതിക്കൂലല്ലോ. അയ്യോ ഇയാളുടെ സമ്മതം ഞങ്ങൾക്ക് വേണ്ടെങ്കിലോ? ബാ പൊന്നെ. എന്ത് ബഹളാണത്? മമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കും. മമ്മ ഇവരുടെ ഫ്രണ്ടിൽ താന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തലയ്ക്ക് ഡാൻസ് കളിക്കുന്നേ. അയ്യോ ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ താല്പര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ക്യൂട്ടിനെ പഠിപ്പിച്ചാൽ മതി. ക്യൂട്ടി ആര് പഠിപ്പിക്കണം എന്നുള്ളത് നമുക്ക് സമാധാനത്തിൽ തീരുമാനിക്കാം. പോരെ? മമ്മ ഒരു സമാധാനത്തിന് തീരുമാനിക്കാൻ പറ്റത്തില്ല. ക്യൂട്ടിയെ ഞങ്ങൾ തന്നെ പഠിപ്പിക്കാം. പറഞ്ഞാൽ മതി. ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഞങ്ങൾ പഠിപ്പിക്കാം. ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ അറിയുകയും ചെയ്യാം. നീ ആദ്യം പോയി പഠിക്കടി. നീ മര്യാദയ്ക്ക് പോയി പഠിക്കും. നീ കുറെ നേരം എക്സാം ചെയ്തത് കോപ്പി അടിച്ചിട്ടല്ലേ കൂടുതൽ ഡയലോഗ് പഠിക്കുന്നത്. നീയൊക്കെ എത്ര ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ക്യൂട്ടിനെ ഞങ്ങൾ തന്നെ പഠിപ്പിക്കുള്ളൂ.